നമ്മുടെ ബിഷപ്പുമാരുടെ അടക്കം ഉറക്കം കെടുത്തുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. ഇത് പ്രകാരം ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ വിദേശ പണം സ്വീകരിച്ചാൽ, സംഭാവന വാങ്ങിയാൽ ആ പണം ഇന്ത്യയിൽ എന്തിനുപയോഗിക്കുന്നു എന്ന കണക്ക് കാണിക്കണം. ഈ നിയമം ഈ ചില ബിഷപ്പുമാർ മാത്രം എന്തിനാണ് ഇങ്ങനെ എതിർക്കുന്നത്? ഇത് എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമാകുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ FCRA ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു സീറോ മലബാർ തൃശ്ശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത്. അത് വലിയ വാർത്തയായി മാപ്പത്രങ്ങൾ തലക്കെട്ടിൽ കൊടുക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ഒരു മതവിഭാഗത്തിന് മാത്രം ഇളവ് നൽകണമെന്നാണോ? പുതിയ ഭേദഗതികൾ ഭരണഘടനാ വിരുദ്ധവും പൗരാവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറയുന്നത് എങ്ങനെ അംഗീകരിക്കും? വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പുതിയ വ്യവസ്ഥകൾ അത് വരാൻ പോകുന്നതേ ഉള്ളൂ. വ്യക്തികളുടെയും സംഘടനകളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് നൂറ്റാണ്ടുകളായി ലഭിക്കുന്ന വിദേശ സഹായം അപ്പോൾ നൂറ്റാണ്ടുകളായി ലഭിക്കുന്നുണ്ട്. സ്കൂളുകൾ, അനാഥാലയങ്ങൾ തുടങ്ങിയവ വഴി രാഷ്ട്ര നിർമ്മാണത്തിനാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോൾ, കാലം മാറി, നിങ്ങളും ഇങ്ങനെ വിദേശ സഹായത്തിനെ കൈനീട്ടി ഇരക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് വിശ്വാസികളുടെയും കേരളത്തിൻ്റെയും അടക്കം ആവശ്യം. അത് മനസ്സിലാക്കണം. വിദേശത്ത് നിന്നും ഡോളറായോ ദിനാറായോ റിയാലായോ ഒക്കെ വരുന്ന സംഭാവനകൾക്കാണ് ഇന്ത്യയിൽ സ്വീകരിക്കാനുള്ള ആ അനുമതി. അത് വ്യക്തിക്കല്ല, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാകണം. അതാണ് അടിസ്ഥാന തത്വം. അപ്പോൾ പിന്നെ ഈ വിദേശ പണം കിട്ടിയാലേ ബിഷപ്പുമാർ പറയുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനാകൂ എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പോൾ ചാനൽ റിപ്പോർട്ടർമാർ നിർബന്ധിക്കുന്നത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾ ഈ ആക്ടിനെപ്പറ്റി പ്രതികരിക്കണമെന്നാണ്. 2025 കേന്ദ്രം തുടക്കമിട്ടതാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഭേദഗതിക്ക്. അതും കേരളത്തിലെ മാത്രം തിരഞ്ഞെടുപ്പ് വിഷയമല്ല, അതുമായി ഒരു ബന്ധവുമല്ല. SIR അല്ല, FCRA എന്നുകൂടി ഓർക്കണം. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നത് ഇന്ത്യയിലെ സംഘടനകൾക്കും NGOകൾക്കും സന്നദ്ധ സംഘടനകൾക്കും വിദേശത്തു നിന്നും പണം സ്വീകരിക്കാനുള്ള നിയമമാണ്. സംഭാവന വഴി വിദേശ ഫണ്ടിൻ്റെ ദുരുപയോഗം തടയുക, ദേശീയ സുരക്ഷ ഒന്നുകൂടി ഉറപ്പാക്കുക, സുതാര്യത കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ ഫണ്ടിൻ്റെ സ്വീകരണവും ചിലവഴിക്കലും കൃത്യമായി ഓഡിറ്റ് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാനായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള FCRA ഭേദഗതി ബിൽ. ഇത് പ്രകാരം ചില മാറ്റങ്ങളുണ്ട്. ഫണ്ട് ട്രാൻസ്ഫർ നിരോധനമുണ്ട്. ഒരു NGOയ്ക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് മറ്റൊരു NGOയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. SBIയുടെ ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിലെ അക്കൗണ്ട് നിർബന്ധമാണ്. എല്ലാ FCR അക്കൗണ്ടും സ്വീകരിക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിൽ തുറക്കുന്ന പ്രത്യേക അക്കൗണ്ടിലൂടെ ആയിരിക്കണം. അത് നേരത്തെയുള്ള വ്യവസ്ഥയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിന് ലിമിറ്റുണ്ട്. NGOകൾക്ക് ലഭിക്കുന്ന ഫണ്ടിൻ്റെ 50% അഡ്മിനിസ്ട്രേറ്റീവ് ചെലവിന് ഉപയോഗിക്കാമെന്നത് മാറ്റി അത് 20%ആക്കി. NGOയുടെ പ്രധാന ഉദ്യോഗസ്ഥർ ആധാർ നമ്പർ നൽകിയിരിക്കണം ബാങ്കിൽ. FCRA രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാനുള്ള പരമാവധി സമയം 180 ദിവസത്തിൽ നിന്നും 360 ഒരു വർഷമായി കൂട്ടി. NGOകൾക്ക് അത് ലൈസൻസ് പുതുക്കുന്ന സമയത്ത് വരുന്ന പരിശോധനകൾ, ഫണ്ട് എങ്ങനെ ഉപയോഗിച്ചു, ലഭിച്ച ഫോറിൻ ഫണ്ട് ശരിയായ ആവശ്യത്തിന് വിനിയോഗിച്ചോ, അങ്ങനെ അത് ഫണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ ആ എഡ്യൂക്കേഷൻ ഫണ്ട് ഉപയോഗിച്ചത്, അതായത് ആ ഫണ്ട് പോലും വകമാറ്റാൻ പറ്റില്ല. NGO ഓരോ വർഷവും FC4 റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റ് റിപ്പോർട്ട്, ഇതെല്ലാം വളരെ കൃത്യമാണോ, ഒത്തൊരുമിച്ച് പോകുന്നുണ്ടോ, ബാങ്ക് ട്രാൻസാക്ഷൻ ട്രാക്കിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ, അത് SBIയുടെ ന്യൂഡൽഹി മെയിൻ ബ്രാഞ്ചിലൂടെയാണോ ഈ ട്രാൻസാക്ഷൻ നടക്കുന്നത്? NGOയുടെ ഡയറക്ടർമാർ, ട്രസ്റ്റുകൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കും. ക്രിമിനൽ കേസുണ്ടോ, സെക്യൂരിറ്റി റിസ്ക് എന്തെങ്കിലും അവർക്കുണ്ടോ എന്നിവ പരിശോധിക്കും. പിന്നെ NGO ക്ലെയിം ചെയ്യുന്ന പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ ഈ പണം ലഭിച്ചിരിക്കുന്നത് അവർക്കൊരു വിദ്യാഭ്യാസപരമായ ഒരു പദ്ധതിക്കാണെങ്കിൽ അത് കൃത്യമായി നടക്കുന്നുണ്ടോ അതോ ഉടായിപ്പാണോ? ഇതിന് ഗ്രൗണ്ട് ലെവൽ ഇൻസ്പെക്ഷൻ ഉണ്ടാകും. അതിന് വ്യക്തമായ നിയമപരമായ ക്ലിയറൻസും വേണം. പിന്നെ ഈ ആക്ട്, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘിച്ചിട്ടാണോ ഈ സംഭാവന വന്നിരിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചാൽ FCNRA ലൈസൻസ് പുതുക്കൽ കേന്ദ്രത്തിന് റദ്ദാക്കാം, തള്ളിക്കളയാം. നിയമമല്ലേ, നിബന്ധനകൾ പാലിക്കണം. അതിന് ഏത് നിയമവും ചട്ടവുമായാലും അതിൽ ഹിന്ദുവിൻ്റെ NGO എന്നോ ക്രിസ്ത്യൻ്റെതെന്നോ മുസ്ലിം സംഘടനയുടെന്നോ ഒരു തരം തിരിവും ഉണ്ടാകില്ല. അത് ഉറപ്പാണ്.